അള്ളാഹുവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൽ കാര്യങ്ങൾ തവക്കുലാക്കി എന്നിട്ട് നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമുക്കൊരു അസുഖം വന്നാൽ അള്ളാഹുവിൽ തവക്കുലാക്കി മിണ്ടാതിരിക്കലല്ല, മറിച്ച് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അസുഖം വന്നു കഴിയുമ്പോൾ അതിൻ്റെ ചികിത്സ കണ്ടെത്തുക, അതിന് ഉചിതമായിട്ടുള്ള ഒരു ഡോക്ടറെ കണ്ടെത്തി ഡോക്ടറുമായി കൺസൾട്ട് ചെയ്ത് ഡോക്ടർ പറയുന്ന ടെസ്റ്റുകൾ എടുത്ത് അതിന് നൽകുന്ന മരുന്നുകൾ സ്വീകരിച്ച് മരുന്നുകൾ കൃത്യമായിട്ട് കഴിക്കുക. ഇവിടെയൊക്കെ തവക്കുല് മരുന്നിലാകാൻ പാടില്ല, തവക്കുല് ഡോക്ടറിലാകാൻ പാടില്ല. ഡോക്ടറും മരുന്നുകളും ഒക്കെ സബബുകൾ മാത്രമാണ്. അള്ളാഹു മുസബിബുൽ അസ്ബാബാണ് എന്ന് പറഞ്ഞാൽ ഒരു കാരണത്തിലൂടെ കാര്യങ്ങൾ നടത്തുന്നവനാണ് അള്ളാഹു. അതൊക്കെ ഒരുപാട് സംഭവങ്ങളിലൂടെ നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഞാൻ വളരെ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. മുസബിബുൽ അസ്ബാബാണ് എന്ന ആ അള്ളാഹുവിൻ്റെ ആ ഒരു രീതി, അതിന് ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതായത് അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുന്നതിൻ്റെ മുമ്പ് അള്ളാഹു മലക്കുകളോട് ചോദിക്കുന്നുണ്ട്, എന്തെന്ന്, ഇന്നി ജായിലും ഫിൽ അർളി ഖലീഫ, ഞാൻ ഭൂമിയിലേക്ക് ഒരു പ്രതിനിധിയെ ആക്കാൻ ഉദ്ദേശിക്കുന്നു, എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ മലക്കുകൾ അവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയാൻ നമുക്കറിയാം. അങ്ങനെ ആദം നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിച്ച് കഴിഞ്ഞപ്പോൾ ആദം നബിയോട് പറയുന്നത് എന്താ, ഇതാ നിങ്ങൾക്കുള്ള ഭവനം, സ്വർഗം, നിങ്ങളിവിടെ താമസിച്ചോ. എന്തുദ്ദേശത്തിലാണ് പഠിച്ചത്? ഭൂമിയിലേക്ക് വിടാൻ വേണ്ടി. പക്ഷെ ആദം നബിയോട് അത് പറയുന്നുണ്ടോ? ഇല്ല. ആദം നബിയോട് പറയുന്നത് ഇതാ സ്വർഗം, താമസിച്ചോ. അങ്ങനെ ആദം നബിയും ഹവ്വാ ബീബിയും അങ്ങോട്ട് കയറുമ്പോൾ പറയാണ്, ഇതാ അവിടെ ഒരു മരം ഉണ്ട്, ആ മരത്തിൻ്റെ അടുത്തേക്ക് നിങ്ങൾ അടുക്കരുതിട്ടാ, ഇവിടെ താമസിച്ചോ. ഈ അടുക്കാൻ പറ്റാത്ത മരം എന്തിനാ സ്വർഗത്തിൽ കൊണ്ട് വെച്ചത്? അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? അങ്ങനെ ആദം നബി അലൈഹി സ്വലാമിനെ ആ സ്വർഗത്തിൽ നിന്ന് പഴം തിന്നതിൻ്റെ പേരിൽ ഭൂമിയിലേക്ക് എന്ത് ചെയ്യുന്നു? വിടുന്നു. അപ്പോൾ ഭൂമിയിലേക്ക് ഇവരെ വിടാൻ ഒരു കാരണം വേണം. ആ കാരണമായിരുന്നു ആ മരം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അള്ളാഹു അങ്ങനെ ഒരു കാരണം നിശ്ചയിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ നടത്തുന്നത്. അപ്പോൾ നമുക്കൊരു രോഗം വന്നു, ഈ രോഗത്തെ ശിഫയാക്കാനുള്ള ഒരു കാരണം അള്ളാഹു ഏതെങ്കിലും ഡോക്ടറെയോ ഏതെങ്കിലും മരുന്നിലോ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടാവും.